എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കെമിസ്ട്രിയുടെ +1 ചാപ്റ്ററാണ്, മൂന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, സോ നമ്മൾ ഇവിടം വരെ ഏകദേശം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇലക്ട്രോൺ വിന്യാസവും മൂലകങ്ങളുടെ തരംതിരിക്കലും, SPDF ബ്ലോക്കുകൾ അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ നമ്മൾ എലമെൻസിനെ എന്താണ് പല ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ഓഫ് ബോബ് നിയമവും ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും ആവർത്തന പട്ടികയ്ക്ക് സൈദ്ധാന്തികമായ ഒരു അടിസ്ഥാനം നൽകി. ആവർത്തന പട്ടികയിലെ ലംബമായ നിരകളിലെ മൂലകങ്ങൾ ഒരു ഗ്രൂപ്പ് അഥവാ കുടുംബം രൂപീകരിക്കുകയും ഒരേ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ലംബമായ നിരകളിലെ മൂലകങ്ങൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനൊക്കെ എന്താണ് ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് S, P, D, F ബ്ലോക്കുകളായിട്ട് നമ്മൾ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് എന്താ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ തന്നെ കണ്ടോ. ഇവിടെ S ബ്ലോക്ക് എന്ന് പറയുന്ന ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ വരുന്നത്, പിന്നെ 3 തൊട്ട് 12 വരെ D ബ്ലോക്കാണ്, 13 തൊട്ട് 18 വരെ P ബ്ലോക്കാണ്, താഴെയാണ് F ബ്ലോക്കുകൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ലാന്തനോയിഡും ആക്ടിനോയിഡുകളും അവരെന്താണ് F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ബാഹ്യതമ ഓർബിറ്റലുകളുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും ക്രമീകരണവും ഒരേപോലെ ആയതുകൊണ്ടാണ് ഇവ ഒരേ സ്വഭാവം കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എലമെന്റ്സ് എല്ലാം എന്താണ് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം എന്താണ് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. കാരണം അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ അതിന്റെ കോൺഫിഗറേഷനും എന്താണ് ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അവർ ഒരേ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ബാഹ്യതമ ഓർബിറ്റലിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക് എന്നിങ്ങനെ 4ആയി തരംതിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് ചിത്രം 3.3 വിശദീകരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, സോ ഈ വർഗീകരണത്തിൽ 2 വ്യതിയാനങ്ങൾ കാണാവുന്നതാണ്. ഹീലിയം തീർച്ചയായും S ബ്ലോക്കിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മൂലകമാണ്. എന്നാൽ അതിന് P ബ്ലോക്കിൽ മറ്റ് 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കൊപ്പം സ്ഥാനം നൽകിയിരിക്കുന്നു. അതിന് കാരണം അതിന്റെ പൂർത്തീകരിച്ച ബാഹ്യതമ ഷെല്ല് 1s2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഹീലിയത്തിന്റെ കാര്യം പറയുകയാണ്. ഹീലിയം എന്താണ് നമ്മൾ S ബ്ലോക്കിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മൂലകമാണെന്ന് നമ്മൾ പറയും. കാരണം അത് S ഓർബിറ്റലിലാണ് അതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലാവുന്നത്. പക്ഷെ എന്താണ് അത് 18ാം ഗ്രൂപ്പിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ് അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലാണ് നമ്മുടെ ഹീലിയത്തിനുള്ളത്. അതെന്താണ് അത് നമ്മുടെ നോബിൾ ഗ്യാസ് എലമെന്റ്സിനോട് പ്രോപ്പർട്ടീസുമായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് അവരെന്താണ് നമ്മൾ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾക്കൊപ്പം സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന് കാരണം അതിന്റെ പൂർത്തീകരിച്ച ബാഹ്യതമ ഷെല്ല് അല്ലെ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ടാണ് അവരെ 18ാം ഗ്രൂപ്പിൽ ഉള്ള എലമെന്റ്സിനൊപ്പം ഹീലിയത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തൽഫലമായി അത് മറ്റ് ഉത്കൃഷ്ടവാതകങ്ങളെ പോലെയുള്ള സവിശേഷ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോബിൾ ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ മറ്റുള്ള നോബിൾ ഗ്യാസ് എലമെന്റ്സിനെ പോലെയുള്ള പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആര് കാണിക്കുന്നുണ്ട്? ഹീലിയം കാണിക്കുന്നുണ്ട്. മറ്റൊരു മാറ്റം ഹൈഡ്രജന്റെ കാര്യത്തിലാണ്. ഒരു S ഇലക്ട്രോണേ ഉള്ളൂ എന്നതിനാൽ അതിന് 1ാം ഗ്രൂപ്പിൽ സ്ഥാനം നൽകാവുന്നതാണ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ ക്രമീകരണം ലഭിക്കാനായി ഇതിന് ഒരു ഇലക്ട്രോൺ കൂടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പോലെയും പെരുമാറാൻ കഴിയും. സോ ഇതൊരു സവിശേഷമായ കാര്യമായതുകൊണ്ട് ചിത്രം 3.2-ലും 3.3-ലും കാണിച്ചിരിക്കുന്നത് പോലെ ഹൈഡ്രജന് ആവർത്തന പട്ടികയുടെ മുകൾ ഭാഗത്ത് പ്രത്യേകമായി സ്ഥാനം നൽകിയിരിക്കുന്നു. അപ്പൊ ഹൈഡ്രജന് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താണ് പ്ലേസ് ആണ് ഹൈഡ്രജന് കൊടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലും പ്ലേസ് ചെയ്യാം. കാരണം അതിൽ ഒരു S ഇലക്ട്രോൺ ആണ് നമ്മുടെ ഹൈഡ്രജൻ ഉള്ളത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലും പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് അതിന് നോബിൾ ഗ്യാസ് അറേഞ്ച്മെന്റിലോട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ട് അത് 17ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് സിമിലറുമാണ്. അതുകൊണ്ടാണ് 17ാം ഗ്രൂപ്പിലും വെക്കാം, നമുക്ക് 1ാം ഗ്രൂപ്പിലും വെക്കാം വേണമെങ്കിൽ ഹൈഡ്രജനെ. സോ അതുകൊണ്ട് ഹൈഡ്രജന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ഹൈഡ്രജനെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഹൈഡ്രജന്റെ അടുത്ത എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞത്.
ചിത്രം 3.2-ലും 3.3-ലും കാണിച്ചിരിക്കുന്നത് പോലെ ഹൈഡ്രജന് ആവർത്തന പട്ടികയുടെ മുകൾ ഭാഗത്ത് പ്രത്യേകമായി സ്ഥാനം നൽകിയിരിക്കുന്നു. ആവർത്തന പട്ടികയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 4 തരം മൂലകങ്ങളുടെ മുഖ്യ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് സംക്ഷിപ്തമായി ചർച്ച ചെയ്യാം. ഈ മൂലകങ്ങളെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ പിന്നീട് പഠിക്കുന്നതാണ്. അവയുടെ സവിശേഷതകൾ വിശദീകരിക്കുമ്പോൾ ഭാഗം 3.7-ൽ പരാമർശിച്ചിട്ടുള്ളതുപോലെയുള്ള ചില പ്രത്യേക പദാവലികൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ എലമെന്റ്സിനൊക്കെ എന്താണ് ഒരു പ്രത്യേക പേരുകൾ കൊടുക്കാറുണ്ട്. ഈ ബ്ലോക്കിൽ അതായത് SPD-F ബ്ലോക്കുകളിൽ പെട്ട എലമെന്റ്സിനൊക്കെ പ്രത്യേക പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. സോ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഓരോരോ ബ്ലോക്കിലെ എലമെന്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ഒക്കെ എന്താണ് നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. S ബ്ലോക്ക് മൂലകങ്ങൾ. ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം NS1 അല്ലെങ്കിൽ NS2 ഉള്ള ഒന്നാം ഗ്രൂപ്പിലെ രണ്ടാം ഗ്രൂപ്പിലെയും മൂലകങ്ങളാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും ഉൾപ്പെട്ട മൂലകങ്ങൾ അവരുടെ എന്താണ് NS1 അല്ലെങ്കിൽ NS2 ഇങ്ങനെയാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ NS1 എന്നുള്ള കോൺഫിഗറേഷൻ ഉള്ള ആൾക്കാർ എന്താണ് ക്ഷാരലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷാരലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആൽക്കലി മെറ്റൽസ് ആണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1 എലമെന്റ്സിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഗ്രൂപ്പ് 2 എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ക്ഷാരീയ മൃത്തികാലോഹങ്ങൾ അല്ലെങ്കിൽ അവരെ എന്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഇവയെല്ലാം അയോണിക എൻതാൽപ്പി കുറഞ്ഞ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ്. അയോണിക എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി. അതുപോലെ തന്നെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ക്രിയാശീലം കൂടിയ, ക്രിയാശീലം എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. ലോഹങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു മെറ്റൽസ് ആണ്. അപ്പൊ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പീസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവ വളരെ വേഗം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി യഥാക്രമം +1 അല്ലെങ്കിൽ +2 ഓക്സീകരണ അവസ്ഥയിലുള്ള അയോണുകളായി മാറുന്നു. ഓക്കെ, അപ്പൊ എന്താണ് +1 അല്ലെങ്കിൽ +2 എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഉള്ള അയോൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നു അവര് പെട്ടെന്ന് തന്നെ മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്താണ് കുറഞ്ഞാണിരിക്കുന്നത്, അവരുടെ റിയാക്ടിവിറ്റി എന്താണ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇവയുടെ ലോഹീയ സ്വഭാവവും ക്രിയാശീലതയും കൂടി വരുന്നു. ക്രിയാശീലം കൂടുതലായതിനാൽ ഇവ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണുന്നില്ല അല്ലെ. അപ്പൊ ഇവരുടെ റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇവരൊരിക്കലും എന്താണ് പ്യുവർ ഫോമിൽ നേച്ചറിൽ കാണപ്പെടുന്നില്ല. അതാണ് പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ, അതായത് ഇവരെപ്പോഴും എന്താണ് എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഫോംസിലായിരിക്കും ഇവർ കാണപ്പെടുന്നത്. പ്യുവർ ഫോമിൽ ഒരിക്കലും എന്താണ് ഇവർ കാണപ്പെടത്തില്ല. കാരണം ഇവരെന്താണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ലിഥിയത്തിന്റെയും ബെറിലിയത്തിന്റെയും ഒഴികെ ബാക്കിയുള്ള S ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ ഗണ്യമായ അയോണിക സ്വഭാവം കാണിക്കുന്നു. അപ്പൊ S ബ്ലോക്ക് എലമെന്റ്സിൽ എന്താണ് ലിഥിയവും ബെറിലിയവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും എന്താണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ് അയണിക സ്വഭാവം കാണിക്കുന്നവരാണ്. അയണിക സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അയണിക് നേച്ചർ. ഓക്കെ, അയണിക് നേച്ചർ കാണിക്കുന്ന ആളുകളാണ് ബാക്കിയുള്ള എല്ലാവരും, ലിഥിയവും ബെറിലിയവും ഒഴികെയുള്ളവർ. ഓക്കെ, അടുത്തത് P ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പം S ബ്ലോക്കിൽ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. S ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 1-ലുള്ള ആൾക്കാർ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു, ഗ്രൂപ്പ് 2-ലുള്ള ആൾക്കാർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ കോൺഫിഗറേഷൻ വരുന്നത് NS1 NS2 എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്യുവർ ഫോമിൽ ഇവർ നേച്ചറിൽ കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. സോ അവർക്ക് പെട്ടെന്ന് എന്താണ് +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട്, അതായത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ട് +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിലോട്ട് അവർക്ക് പെട്ടെന്ന് മാറാനായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ഫോമിൽ നേച്ചറിൽ ഉണ്ടായിരിക്കില്ല. അത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അടുത്തത് എന്താണ് P ബ്ലോക്ക് മൂലകങ്ങൾ. P ബ്ലോക്ക് എലമെന്റ്സിലോട്ട് പോവാം. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടുള്ള മൂലകങ്ങളാണ് P ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയെയും S ബ്ലോക്ക് മൂലകങ്ങളെയും കൂടിച്ചേർത്ത് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അതൊന്ന് നോക്കി വെക്കുക. പ്രാതിനിധ്യ മൂലകങ്ങൾ, കഴിഞ്ഞ UPSCയുടെ എക്സാമിന് ഇതുപോലെ ഒരു പ്രാതിനിധ്യ മൂലകങ്ങളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ആണ്, അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു.
അപ്പോൾ എസ് ബ്ലോക്കും പി ബ്ലോക്കിലെയും എലമെന്റ്സിനെ കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ. അതുപോലെ ഓരോ പിരീഡിലെയും ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം NS2 NP1 മുതൽ NS2 NP6 വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. NS2 NP6 എന്ന പൂർത്തീകരിച്ച ബാഹ്യതമ ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തോടു കൂടിയ ഒരു ഉത്കൃഷ്ടവാതക മൂലകമാണ് ഓരോ പിരീഡിന്റെയും അവസാനം വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പിരീഡ് തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് NS1 NS2 അങ്ങനെയാണ് ഇലക്ട്രോൺസ് എന്താണ് ആഡ് ആയി പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു NS1 NS2 അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് ലാസ്റ്റ് NP ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും എന്താണ് 2S2 2P6 ആണ് ലാസ്റ്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ, 2S2 2P6 എന്ന് നിയോണിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അവരെന്താണ് ഒരു ഉത്കൃഷ്ടവാതകമാണ്, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അതാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ പീരീഡിന്റെ അവസാനം വരുന്ന ആൾക്കാർ ആരാണ്? ഈ നോബിൾ ഗ്യാസസ് ആണ്. അവർക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഉത്കൃഷ്ടവാതകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ എല്ലാ ഓർബിറ്റലുകളും ഇലക്ട്രോണുകൾ കൊണ്ട് പൂർണ്ണമായി നിറഞ്ഞവയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളെ ചേർത്തോ മാറ്റിയോ ഈ വിന്യാസത്തിന് മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ വളരെ കുറഞ്ഞ ക്രിയാശീലം പ്രകടിപ്പിക്കുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക, റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ ആൾക്കാരാണ് ആര്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അതിലൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താനോ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാനോ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവർക്ക് റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ക്രിയാശീലം വളരെ കുറഞ്ഞ ക്രിയാശീലം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് നോബിൾ ഗ്യാസസ്. ഇനി ഉത്കൃഷ്ടവാതക കുടുംബത്തിന് മുൻപേയുള്ള രണ്ട് അലോഹ ഗ്രൂപ്പുകൾ രാസപരമായി വളരെ ഏറെ പ്രാധാന്യമുള്ളവയാണ്. അതാണ് ഹാലജൻസും അതുപോലെ തന്നെ ചാൽക്കോജൻസും. 17 16 ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്. ഹാലജൻസ് ആണ് 17 ആമത്തെ ഗ്രൂപ്പ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അതൊക്കെ എന്താണ് ഹാലജൻസ് ആണ്. അതുപോലെ തന്നെ ചാൽക്കോജൻസ് എന്ന് പറഞ്ഞാൽ 16ാമത്തെ ഗ്രൂപ്പ്, നമ്മുടെ ഓക്സിജൻ സൾഫർ ആ ഗ്രൂപ്പ് പെട്ട ആൾക്കാർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പുകളും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്താ നോക്കാം, ഈ രണ്ട് ഗ്രൂപ്പിലെ മൂലകങ്ങളെല്ലാം തന്നെ വളരെ ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളവരായതിനാൽ വളരെ എളുപ്പത്തിൽ ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോണിക് വിന്യാസം ലഭിക്കുന്നതിന് വേണ്ടി യഥാക്രമം 1 or 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്താണ് ഇവർക്ക് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താണ് വളരെ എളുപ്പത്തിൽ ഇവർക്ക് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് ഹാലജൻസും ചാൽക്കോജൻസും. ഓക്കെ, സോ ഒരു പീരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും അലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നു. എന്നാൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹീയ സ്വഭാവം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്താ പറ്റുന്നത്? മെറ്റാലിക് ക്യാരക്ടർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആസ് വി ഗോ ഡൗൺ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് കൂടുന്നത്. ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും എന്താണ് മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവരെന്താണ് വിളിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും അല്ലെ, ട്രാൻസിഷൻ എലമെന്റ്സ്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. സംക്രമണ മൂലകങ്ങൾ ആവർത്തന പട്ടികയിലെ മധ്യഭാഗത്തുള്ള 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണിവ. ഉള്ളിലുള്ള ഡി ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നു എന്നുള്ളത് ഇവയുടെ പ്രത്യേകതയാണ്. അപ്പം ഇവരുടെ എന്താണ് ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മൂലകങ്ങൾ പൊതുവായ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. അതായത് n-1 d⁻⁻1 അതായത് d1 to 10 ns 0 to 2 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഉള്ളത്. അപ്പൊ ഇതെന്താണ് n-1, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n5 ആണെങ്കിൽ n-1 എന്താണ് 4. അപ്പൊ 4d ഒന്ന് തൊട്ട് 10 ഇലക്ട്രോൺസ് വരെ ആകാം. അത് കഴിഞ്ഞ് 5s 0 തൊട്ട് 2 ഇലക്ട്രോൺസ് വരെ ആകാം. അതൊരു ജനറൽ ഫോർമുല പോലെ എഴുതിയേക്കുവാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ മൂലകങ്ങൾക്ക് പൊതുവായ
ഈ ഒരു കോൺഫിഗറേഷൻ എന്ന ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസമാണുള്ളത്. ഇവയെല്ലാം തന്നെ ലോഹങ്ങളാണ്. അപ്പൊ ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്. ഓക്കെ, എല്ലാവരും മെറ്റൽസ് ആണ്. മിക്കവാറും ഇവയെല്ലാം തന്നെ നിറമുള്ള അയോണുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇവരെല്ലാം എന്താണ്? കളേർഡ് അയോൺസ് ഉള്ള ആളുകളാണ് ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാവരും. അപ്പൊ ഇവ വിവിധ സംയോജകത, അതായത് വേരിയബിൾ വാലൻസി, ഓക്സീകരണാവസ്ഥ പ്രദർശിപ്പിക്കുന്നു. ഇവ അനുകാന്തികങ്ങളും മിക്കവാറും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കപ്പെടുന്നവയും ആണ്. ഓക്കെ, അപ്പൊ ഇവരെന്താണ്? അനുകാന്തികങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ അവരെന്താണ്? ഉൾപ്രേരകങ്ങൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഓരോ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഉൾപ്രേരകങ്ങൾ. അപ്പം കാറ്റലിസ്റ്റ് ആയിട്ടും ഇവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്ന എന്താണ്? ഇന്നർ ഡി ഓർബിറ്റൽസിലാണ് അവസാനത്തെ ഇലക്ട്രോണുകളെല്ലാം ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ എല്ലാവരും തന്നെ മെറ്റൽസ് ആണ്. അവർ കളേർഡ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് വേരിയബിൾ ആയിട്ടുള്ള വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഉണ്ടാകും. അവർ പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ അവരെന്താണ്? കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഉൾപ്രേരകങ്ങളായിട്ട് ഇവരെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിരുന്നാലും N-1d 10 ഇലക്ട്രോൺസ് NS2 എന്ന ഇലക്ട്രോൺ വിന്യാസമുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ മിക്കവാറുമുള്ള ഗുണധർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. പക്ഷെ എന്താ അവിടെ പറയുന്നത്? ഈ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉള്ള എലമെന്റ്സ് ആണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നവർ. അവരെന്താണ്? ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മിക്ക പ്രോപ്പർട്ടീസും അവരെന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം, സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഒരർത്ഥത്തിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപരമായി ക്രിയാശീലം കൂടിയ ലോഹങ്ങളായ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കും ഗ്രൂപ്പ് 13ലെയും 14ലെയും ക്രിയാശീലം കുറഞ്ഞ മൂലകങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായി വർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു ഇതെടുത്ത് നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫിഗർ 3.3 എസ് ബ്ലോക്ക് ലെഫ്റ്റ് സൈഡിൽ, പി ബ്ലോക്ക് റൈറ്റ് സൈഡിൽ, ഇതിന്റെ ഇടയിലാണ് ഡി ബ്ലോക്ക് ഉള്ളത്. അപ്പൊ ഡി ബ്ലോക്ക് എന്താണ്? ഇതിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാലമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രാസപരമായി ക്രിയാശീലം കൂടിയ ലോഹങ്ങളായ എസ് ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെ, എസ് ബ്ലോക്കിലുള്ള ആൾക്കാർ എന്താണ്? ഹൈലി ആക്റ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ഗ്രൂപ്പ് 13ലെയും 14ലെയും ക്രിയാശീലം കുറഞ്ഞ മൂലകങ്ങൾ, 13ലെയും 14ലും ഒക്കെ എന്താണ്? ക്രിയാശീലം കുറഞ്ഞ മൂലകങ്ങളാണ്. അപ്പൊ ഇവർക്ക് ക്രിയാശീലം കൂടിയതും ക്രിയാശീലം കുറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഒരു പാലമായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവയെ എന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പേര് ലഭിച്ചത്. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരുടെയും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാരുടെയും ഇടയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവര് സംക്രമണ മൂലകങ്ങളായത്. അടുത്ത നോക്കാം, എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, അന്ധ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് നോക്കാം. ആവർത്തന പട്ടികയുടെ താഴെ 2 നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും പൊതുവായി കാണിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം എന്താണ്? N-2 F, ഇത് F ആണ്. F1 to 14 ഇലക്ട്രോൺസ്, N-1 D 0 to 1 NS2 എന്നാണ്. അപ്പം ഇതെന്താണ്? ഓരോ മൂലകത്തിലെയും അവസാനമായി ചേർക്കപ്പെടുന്ന ഇലക്ട്രോൺ എഫ് ഓർബിറ്റലിലാണ് നിറയുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഓർബിറ്റലാണ് ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അന്ധ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ 2 നിര മൂലകങ്ങളെ അതുകൊണ്ടാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ അവയെല്ലാം തന്നെ, അപ്പൊ ഇവരുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, N-2 F എത്രയാണ്? 1 to 14, N-1 D 0 to 1 NS2, ഇതാണ് ഇവരുടെ കോൺഫിഗറേഷൻ ഉണ്ടാവുക. സോ ഇവയെല്ലാം തന്നെ എന്താണ്? ലോഹങ്ങളാണ്. അപ്പൊ ഇവരും എന്താണ്? മെറ്റൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഓരോ നിരയിലുമുള്ള മൂലകങ്ങളുടെ സ്വഭാവങ്ങൾ ഏറെക്കുറെ ഒരേപോലെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സീരീസിലുള്ള എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുപോലെ തന്നെ ആദ്യ ആക്ടിനോയിഡുകൾക്ക് നിരവധി ഓക്സീകരണ അവസ്ഥകൾ സാധ്യമായതിനാൽ അവയുടെ രസതന്ത്രം അനുബന്ധ ലാന്തനോയിഡുകളെക്കാൾ സങ്കീർണമാണ്.
ലാന്തനോയിഡ്സിനെക്കാട്ടിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്താ ആക്ടിനോയിഡ്സ് എന്നുള്ളത് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഉണ്ട്. ഓക്കെ, സോ ആക്ടിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. മിക്കവാറും ഉള്ള ആക്ടിനോയിഡ് മൂലകങ്ങളെ ന്യൂക്ലിയർ രാസപ്രവർത്തനങ്ങൾ വഴി നാനോഗ്രാം അളവിലോ അതിൽ കുറഞ്ഞ അളവിലോ ആണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പം ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളാണ്. സോ അവരെ വളരെ ചെറിയ നാനോഗ്രാം, വളരെ ചെറിയ അളവിൽ മാത്രമാണ് അവരെ എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അതുപോലെ അവയുടെ രസതന്ത്രം പൂർണ്ണമായും പഠിച്ചിട്ടില്ല. ഓക്കെ, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ അവരുടെ ഒരു കെമിസ്ട്രി ഇതുവരെ എന്താണ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ അതാണ് ആക്ടിനോയിഡ്സിന്റെ കാര്യം. സോ ഇതാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതും എസ്, പി, ഡി, എഫ് ബ്ലോക്സിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടോ, നമുക്കൊന്ന് നോക്കാം. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ മൂലകത്തെ നിങ്ങൾ ഏത് കുടുംബത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക? ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പം 120 അറ്റോമിക് നമ്പർ ഉള്ള ഒരു മൂലകത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം. അങ്ങനെ ഒരു മൂലകം കണ്ടുപിടിക്കപ്പെട്ടാൽ അത് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കൊണ്ടുവെക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കാം. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തെ രണ്ടാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക. അതിൻ്റെ കാര്യം എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിട്ടാണ് ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് വരാവുന്ന ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് നോക്കിക്കേ, 8s2 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് ഷെല്ലിൽ ഉണ്ടാകുന്ന കോൺഫിഗറേഷൻ അല്ലെ, 8s2. അപ്പോൾ 8s2 എന്ന് പറയുമ്പോഴത്തേക്കും they will be placed in എന്താണ്, സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു NS2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആൾക്കാരാണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. സോ അപ്പം Z is equal to 120 നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. സോ അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഈ OG 8s2 എന്നാണ് വരുന്നത്. ഓക്കെ, സോ അടുത്തയിലേക്ക് പോകാം നമുക്ക്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. അതായത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഉപലോഹങ്ങളാണ് മെറ്റലോയിഡ്സ്. ഓക്കെ, മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പോൾ SPDF എന്ന വർഗീകരണത്തെ കൂടാതെ ചിത്രം 3.3 കാണിച്ചിരിക്കുന്നത് പോലെ മൂലകങ്ങൾക്ക് അവയുടെ ഗുണധർമ്മങ്ങളെ അടിസ്ഥാനമാക്കി മറ്റൊരു വിശാല വർഗീകരണം കൂടിയുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് മാത്രമല്ല, അവരുടെ പ്രോപ്പർട്ടീസും അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ എന്താണ് വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വിഭജിക്കാൻ കഴിയും. സോ അറിയപ്പെടുന്ന മൂലകങ്ങളിൽ 78% അധികവും ലോഹങ്ങളാണ്. അവ ആവർത്തന പട്ടികയുടെ ഇടതുഭാഗത്തായി കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് അറിയാവുന്ന മൂലകങ്ങളിൽ 78% ഉള്ള ആളുകൾ എന്താണ്, മെറ്റൽസ് ആണ്. അവരെ നമ്മൾ എന്താണ് പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്താ ഈ മെറ്റൽസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്കും നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴത്തേക്കും എന്താണ്, മെറ്റാലിക് ക്യാരക്ടർ കുറവാണ്. സോ ലെഫ്റ്റിലുള്ള ആൾക്കാരാണ് എന്ത് കൂടുതലും മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്. ഓക്കെ, സാധാരണ താപനിലയിൽ പൊതുവെ ലോഹങ്ങളെല്ലാം, അതായത് മെർക്കുറി ഒഴികെ, ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു അല്ലെ. മെർക്കുറി ഒഴികെയുള്ള ബാക്കി എല്ലാവരും സാധാരണ ടെമ്പറേച്ചറിൽ എന്താണ് ഖരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഗാലിയം 303 കെൽവിൻ, സീഷ്യം 302 കെൽവിൻ എന്നിവയ്ക്ക് വളരെ താഴ്ന്ന ദ്രവണാങ്കമാണ്. അപ്പം ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പം ഗാലിയത്തിനും സീഷ്യത്തിനും എന്താണ് വളരെ കുറവ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരാണ് ഗാലിയവും സീഷ്യവും. അതുപോലെ മെർക്കുറി, ഇവരൊക്കെ എന്താണ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇവർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയും തിളനിലയും ഉണ്ട്. അവ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ്, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ മെറ്റൽസിന് എന്താണ് പൊതുവെ ഉയർന്ന ദ്രവനിലയും തിളനിലയും ഉണ്ട്. അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താണ് വളരെ ഹൈ ആണ്. അതുപോലെ ദേ ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. താപത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ്. ചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ദേ ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ അവ പത്രണീയതയുള്ളവയും അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്നവയും തന്യതയുള്ളവയും അതുപോലെ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ കഴിയുന്നവയും ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ. മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, അതുപോലെ എന്താണ് ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ
ഇതിന് വിപരീതമായി അലോഹങ്ങൾ ആവർത്തന പട്ടികയുടെ വലതുഭാഗത്തായി കാണപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആവർത്തന പട്ടികയിലെ ഒരു തിരശ്ചീന നിരയിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവമുള്ള മൂലകങ്ങളിൽ നിന്ന് അലോഹ സ്വഭാവങ്ങളുള്ള മൂലകങ്ങളായി മാറുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുവാണെങ്കിൽ അലോഹ സ്വഭാവങ്ങളുള്ള മൂലകങ്ങളായിട്ട് മൂലകങ്ങൾ മാറുന്നു. സോ ആവർത്തന പട്ടികയുടെ വലതുഭാഗത്തായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ താപനിലയിൽ അലോഹങ്ങൾ കുറഞ്ഞ ദ്രവനിലയും തിളനിലയും ഖരങ്ങളോ വാതകങ്ങളോ ആയിരിക്കും അല്ലെ. അപ്പൊ ബോറോണും കാർബൺ ഇതിന് അപവാദമാണ്. അപ്പൊ എന്താ പറയുന്നത്, ഇവർക്ക് വളരെ കുറഞ്ഞ ദ്രവനിലയാണ്, അതുപോലെ തന്നെ തിളനിലയുമാണ്. തിളനില മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ അവരെന്താണ് ഹീറ്റിനെയും ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, ബോറോണും കാർബണും. ഓക്കെ, അതാണ് അതിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവരെന്താണ് നല്ല ചാലകങ്ങളല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ മിക്കവാറുമുള്ള അലോഹങ്ങൾ പൊട്ടിപ്പോകുന്നവയും പത്രണീയതയോ തന്യതയോ ഇല്ലാത്തവയുമാകും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പത്രണീയത എന്ന് പറയുന്നതാണ് മാലിയബിൾ, തന്യത എന്ന് പറയുന്ന ഡക്റ്റൈൽ അല്ലെ. ഒരു അടിച്ചു പരത്തി തകിടുകളാക്കാൻ പറ്റുന്നതാണ് പത്രണീയത. അതാണ് മാലിയബിലിറ്റി നമ്മൾ പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞിരുന്നു മാലിയബിൾ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്നവ, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ കഴിയുന്നത്. അപ്പോൾ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റി എന്താണ് ഇല്ലാത്ത ആൾക്കാരാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. സോ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും മൂലകങ്ങൾ കൂടുതൽ ലോഹ സ്വഭാവമുള്ളതായി മാറുന്നു. അതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. മുകളിൽ നിന്ന് താഴോട്ടാണ് ഒരു ഗ്രൂപ്പിൽ നമ്മൾ വരുവാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടും. പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മളൊരു പീരീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സോ ആവർത്തന പട്ടികയിൽ കുറുകെ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും അലോഹ സ്വഭാവം കൂടുന്നു. ലോഹ സ്വഭാവത്തിൽ നിന്ന് അലോഹ സ്വഭാവത്തിലേക്കുള്ള മാറ്റം ചിത്രം 3.3 കനമുള്ള സിക്സാഗ് വര കൊണ്ട് കാണിച്ചിരിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഈ രേഖയുടെ അതിർത്തിയിൽ ആവർത്തന പട്ടികയുടെ വികർണ സ്ഥാനങ്ങളിലുള്ള മൂലകങ്ങൾ, അതായത് സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സവിശേഷ ഗുണങ്ങൾ കാണിക്കുന്നു. സോ ഇത്തരം മൂലകങ്ങൾ അർദ്ധലോഹങ്ങൾ അഥവാ ഉപലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം എന്താ പറയുന്നത്, മെറ്റാലിക് ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താണ് നമ്മുടെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സിക്സാഗ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു സിക്സാഗ് ലൈൻ പോലെ എന്താണ് ഷാർപ്പായിട്ടായിരിക്കത്തില്ല എന്താണ് ഈ മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലോട്ട് ഇവർ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ അതെന്താണ് ആ സിക്സാഗ് ലൈനിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയിലുള്ള കുറച്ച് എലമെൻസ് ഉണ്ട്. അതായത് സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം. നിങ്ങൾ ആ ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിലിക്കൺ, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്താണ്, ഇവര് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സവിശേഷ ഗുണങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ അർദ്ധലോഹങ്ങൾ, സെമി മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അറിയാലോ, ലെഫ്റ്റ് സൈഡിൽ മെറ്റൽസ് ആയിരിക്കും, റൈറ്റ് സൈഡിലോട്ട് നോൺ മെറ്റൽസ് ആയിരിക്കും. മെറ്റൽസിനെ നോൺ മെറ്റൽസിൻ്റെ ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയിൽ ഇരിക്കുന്ന കുറച്ച് മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. പ്രശ്നം 3.4 അല്ലേ. അറ്റോമിക സംഖ്യയുടെയും ആവർത്തന പട്ടികയിലെ സ്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളെ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ, ആരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോഹ സ്വഭാവം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ് കൂടുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ പിരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും കുറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണ ക്രമം അല്ലെ. ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവമുള്ള ആൾക്കാർ ആരാണ്, സോഡിയമാണ്. അത് കഴിഞ്ഞ് മഗ്നീഷ്യം, ബെറിലിയം, സിലിക്കൺ, ഫോസ്ഫറസ് അല്ലേ. അപ്പം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ആരോഹണ ക്രമം. ഫോസ്ഫറസ്, സിലിക്കൺ, ബെറിലിയം, മഗ്നീഷ്യം, സോഡിയം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, മൂലകങ്ങളുടെ ഗുണധർമ്മങ്ങളിലുള്ള ആവർത്തന പ്രവണതകൾ. ഓക്കെ, അപ്പം എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തായിട്ട് വരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കുന്നത്. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും പിരീഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്നതും എങ്ങനെയാണ്, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നതോറും പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴും മൂലകങ്ങളുടെ രാസപരവും ഭൗതികവുമായ ഗുണങ്ങളിൽ പ്രകടമായ ഒന്നിലധികം ക്രമങ്ങളുണ്ട്. അതിൽ ഒരു ക്രമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മെറ്റാലിക് പ്രോപ്പർട്ടീസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഉദാഹരണമായി ഒരു പിരീഡിൽ മൂലകങ്ങളുടെ രാസക്രിയാശീലത
ക്രിയാശീലത ഒന്നാം ഗ്രൂപ്പ് ലോഹ മൂലകങ്ങളിൽ ഉയർന്നതും ആവർത്തന പട്ടികയുടെ മധ്യഭാഗത്തേക്ക് വരുന്തോറും കുറയുകയും പിന്നീട് ഉയർന്ന് 17ാം ഗ്രൂപ്പ് ലോഹങ്ങളിൽ ഉച്ചനിലയിൽ എത്തുകയും ചെയ്യുന്നു. അപ്പൊ ക്രിയാശീലം അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ കാര്യം എന്താണ് പറയുന്നത്? ഉയർന്ന റിയാക്ടിവിറ്റി ആണ് ഒന്നാം ഗ്രൂപ്പിലെ ലോഹങ്ങൾ കാണിക്കുന്നത്. പക്ഷെ പിന്നീട് മധ്യഭാഗത്തോട്ട് വരുന്തോറും എന്താണ് റിയാക്ടിവിറ്റി കുറയും. പക്ഷെ പിന്നീട് ഇൻക്രീസ് ചെയ്ത് എന്താണ് 17ാം ഗ്രൂപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും എന്താണ് മാക്സിമം ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇതുപോലെ പ്രാതിനിധ്യ ലോഹമൂലകങ്ങളുടെ ഗ്രൂപ്പിൽ ഉദാഹരണത്തിന് ആൽക്കലി ലോഹങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ക്രിയാശീലത എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ എന്താണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ക്രിയാശീലത കൂടുന്നു എന്നാണ് പറയുന്നത് പ്രാതിനിധ്യ ലോഹമൂലകങ്ങൾ. അതായത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ കേസിൽ. ഓക്കെ, റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിൽ എന്താണ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ക്രിയാശീലത എന്താണ് റിയാക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അലോഹ ഗ്രൂപ്പിൽ ഉദാഹരണത്തിലെ ഹാലജനുകളിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ആൽക്കലി മെറ്റൽസിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കൂടുന്നു. പക്ഷേ ഹാലജൻസിന്റെ ഗ്രൂപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ് ക്രിയാശീലത കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ ഈ പ്രവണത പിന്തുടരുന്നത്? അതുപോലെ നമുക്ക് എങ്ങനെ ഈ ക്രമാവർത്തനങ്ങൾ വിശദീകരിക്കാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളും ആറ്റത്തിന്റെ സ്വഭാവങ്ങളും നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തിൽ രാസപരവും ഭൗതികവുമായ ചില ഗുണങ്ങളുടെ ക്രമാവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവയെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെയും ഊർജ്ജ നിലകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഭൗതിക സ്വഭാവങ്ങളുള്ള ക്രമാവർത്തനങ്ങൾ. അപ്പം എങ്ങനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള റെപ്പറ്റീഷൻ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. സോ ആദ്യം നോക്കാം. മൂലകങ്ങൾ അവയുടെ ദ്രവനില, തിളനില, ഉരുകൽ താപം, ബാഷ്പീകരണ താപം, അറ്റോമീകരണ താപം തുടങ്ങിയ നിരവധി ഭൗതിക സ്വഭാവങ്ങളിൽ ആവർത്തന വ്യതിയാനം കാണിക്കുന്നു. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, വേപ്പറൈസേഷൻ, അതുപോലെ തന്നെ അറ്റോമൈസേഷൻ, എനർജി ഓഫ് അറ്റോമൈസേഷൻ, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നിരുന്നാലും അറ്റോമിക ആരം, അയോണിക ആരം, അയോണികീകരണ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, വിദ്യുത ഋണത തുടങ്ങിയവയിലുള്ള ആവർത്തന പ്രവണതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് മാത്രമല്ല, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ അറ്റോമിക് റേഡിയസിലും അയണൈസേഷൻ എൻതാൽപ്പിയിലും ഇലക്ട്രോൺ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഇവർ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവർ വേരിയേഷൻസ് കാണിക്കുന്നത്. പക്ഷെ അതിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി പോലുള്ളവയായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ആദ്യം തന്നെ എന്താണ്? അറ്റോമിക് റേഡിയസിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് അറ്റോമിക ആരം. ഓക്കെ, ഒരു ആറ്റത്തിന്റെ വലിപ്പം കണക്കാക്കുന്നത് ഒരു പന്തിന്റെ ആരം അളക്കുന്നതിനേക്കാൾ എത്രയോ സങ്കീർണമാണ് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒന്നാമത്, ഒരു ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയതാണ് ഒരു ആറ്റത്തിന്റെ വലിപ്പം, അല്ലെ? 1.2 ആങ്സ്ട്രോങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 1.2 × 10⁻⁻10 ഇൻ മീറ്റർ, അല്ലെ? 10⁻⁻10 മീറ്റർ റേഞ്ചിലാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ വലിപ്പം കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായി, ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പടലത്തിന് ഒരു നിശ്ചിത അതിർത്തി ഇല്ലാത്തതിനാൽ ആറ്റത്തിന്റെ വലിപ്പ നിർണ്ണയം അത്ര കൃത്യമായിരിക്കുകയും ഇല്ല. അപ്പൊ ആറ്റത്തിന് ചുറ്റുമുള്ള നമ്മൾ പറയേണ്ട ഇലക്ട്രോൺ ക്ലൗഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺ ക്ലൗഡിന് എന്താണ്? ശരിക്കും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഇല്ല. അതുകൊണ്ട് നമുക്ക് ആറ്റത്തിന്റെ സൈസ് എന്താണ്? കറക്റ്റ് ആയിട്ട്, പ്രിസൈസ്ലി അല്ലെ ആക്യുറേറ്റ്ലി നമുക്ക് എന്താണ് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ വലിപ്പം അളക്കുന്നതിന് യാതൊരു പ്രായോഗിക മാർഗവും നിലവിലില്ല എന്നതാണ്. എന്നാലും ഒരു ആറ്റത്തിന്റെ വലിപ്പം അളക്കുന്നതിനായി സംയുക്ത അവസ്ഥയിലുള്ള ആറ്റങ്ങളുടെ ഇടയിലുള്ള അകലം അറിഞ്ഞാൽ മതിയാകും. സോ ഒരു അലോഹ ആറ്റത്തിന്റെ വലിപ്പം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക മാർഗം എന്ന് പറയുന്നത് ഇത്തരം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക തന്മാത്രയിലെ ഏകബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള അകലം അളക്കുക എന്നതാണ്, അല്ലെ? അപ്പോൾ ഒരു ആറ്റത്തിന്റെ സൈസ് അളക്കുക എന്നുള്ളത് നമുക്ക് എന്താണ്? ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇവർ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും ആ കോവാലന്റ് ബോണ്ട്സിന്റെ ഇടയിലുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും.
അതായത് രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ ആ സിംഗിൾ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി നമുക്ക് എന്താണ് അതിൻ്റെ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അത് നോക്കാം. ഈ വിലയിൽ നിന്ന് അവയുടെ സഹസംയോജക ആരം കണ്ടെത്താവുന്നതാണ്. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലോറിൻ തന്മാത്രയുടെ ബന്ധന ദൈർഘ്യം 198 പൈക്കോമീറ്റർ ആണ്. ബോണ്ട് ഡിസ്റ്റൻസ് അതാണ് ബന്ധന ദൈർഘ്യം എന്ന് പറയുന്നത്. സോ ഇതിന്റെ പകുതി ദൈർഘ്യത്തെ അതായത് 99 പൈക്കോമീറ്റർ ക്ലോറിൻ ആറ്റത്തിന്റെ അറ്റോമിക ആരമായി എടുക്കാവുന്നതാണ്. എന്നാൽ ലോഹ ആറ്റങ്ങളുടെ വലിപ്പം സൂചിപ്പിക്കുവാൻ ലോഹീയ ആരമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഹ ആറ്റമാണെങ്കിൽ എന്താണ് മെറ്റാലിക് റേഡിയസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് ഒരു ലോഹ പരലിലെ ലോഹ കോറുകളുടെ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള അകലത്തിന്റെ പകുതിയാണ്. ഉദാഹരണമായി കോപ്പർ ക്രിസ്റ്റലിലെ അടുത്തടുത്ത രണ്ട് കോപ്പർ ആറ്റങ്ങൾക്കിടയിലുള്ള അകലം 256 ആണെങ്കിൽ അതുകൊണ്ട് കോപ്പറിന്റെ ലോഹീയ ആരം 128 പൈക്കോമീറ്റർ ആയി എടുത്തിരിക്കുന്നു. അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെറ്റാലിക് റേഡിയസും അതുപോലെ ഈ കോവാലന്റ് റേഡിയസും എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത്. സൗകര്യത്തിന് വേണ്ടി ഈ പുസ്തകത്തിൽ ലോഹ ആറ്റങ്ങളുടെ ലോഹീയ ആരത്തിനും അലോഹ ആറ്റങ്ങളുടെ സഹസംയോജക ആറ്റത്തിനും പകരമായി അറ്റോമിക ആരം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നോൺ മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാരുടെ കോവാലന്റ് റേഡിയസും മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാരുടെ മെറ്റാലിക് റേഡിയസിന് പകരം നമ്മൾ ഈ ഒരു ബുക്കിൽ എന്താണ് അറ്റോമിക് റേഡിയസ് ആണെന്നാണ് എല്ലാം പറയുന്നത്. ഓക്കെ, എക്സ്റേ അല്ലെങ്കിൽ മറ്റ് സ്പെക്ട്രോസ്കോപ്പിക് മാർഗങ്ങൾ ഉപയോഗിച്ച് അറ്റോമിക ആരം എന്താണ് നമുക്ക് അളക്കാവുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മറ്റുള്ള സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ചില മൂലകങ്ങളുടെ അറ്റോമിക ആരം പട്ടിക 3.6 കൊടുത്തിരിക്കുന്നു. ഇവിടെ രണ്ട് പ്രവണതകൾ വ്യക്തമാണ്. ഈ പ്രവണതകളെ നമുക്ക് ന്യൂക്ലിയർ ചാർജിന്റെയും ഊർജ്ജ നിലകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം. രണ്ടാം പീരീഡ് മൂലകങ്ങളുടെ അറ്റോമിക വലിപ്പം സാധാരണയായി പട്ടിക 3.4 എയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പീരീഡിൽ കുറഞ്ഞു വരുന്നു. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ബാഹ്യതമ ഇലക്ട്രോണുകൾ ഒരേ ബാഹ്യതമ ഷെല്ലിലാണ് ചേർക്കപ്പെടുന്നത്. എന്നാൽ സഫല ന്യൂക്ലിയർ ചാർജ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അറ്റോമിക സംഖ്യ കൂടുന്നതനുസരിച്ച് കൂടുന്നു. ഈ ഉയർന്ന ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നു. തൽഫലമായ അറ്റോമിക വലിപ്പം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പം രണ്ടാം പീരീഡിലുള്ള മൂലകങ്ങളുടെ അറ്റോമിക വലിപ്പമാണ് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. അതായത് 3.6 പട്ടിക നിങ്ങൾ നോക്കാം. രണ്ടാം പീരീഡിലുള്ള അറ്റോമിക ആരം കാണിച്ചിട്ടുണ്ട്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലെ. ഇത് നിങ്ങളൊന്ന് ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 152 തൊട്ട് തുടങ്ങി പിന്നെ 64 അവസാനിക്കുന്നത്. അതായത് എന്താണ് അറ്റോമിക ആരം കുറഞ്ഞാണ് വരുന്നത് അല്ലെ. അപ്പം ഒരു പീരീഡിൽ എന്താണ് അറ്റോമിക ആരം കുറഞ്ഞു വരുന്നു. സോ ഈ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും എന്താണ് അറ്റോമിക ആരം കുറയാനുള്ള കാരണം? കാരണം നമ്മൾ അറിയാം ഓരോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്താണ് ഒരേ ബാഹ്യതമ ഷെല്ലിലാണ് ചേർക്കപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാൽ സഫല ന്യൂക്ലിയർ ചാർജ് അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റോമിക സംഖ്യ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഓരോ ഇലക്ട്രോൺസ് ആണ് ഓരോ എലമെന്റ്സിൽ ആഡായി വരുന്നത് ഒരു പീരീഡിൽ. അപ്പം അങ്ങനെ ചെയ്യുന്തോറും എന്താണ് അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓഫ് ദി ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഉയർന്ന ന്യൂക്ലിയർ ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഇലക്ട്രോണിന്റെ അട്രാക്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അവരെന്താണ് ഇലക്ട്രോൺസിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ആ എലമെന്റിന്റെ അല്ലെങ്കിൽ ആ ആറ്റത്തിന്റെ എന്താണ് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഈവൻ ദോ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടിയാണ് വരുന്നതെങ്കിലും അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചാർജിന്റെ ഇലക്ട്രോണിന്റെ അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടും എന്താണ് സൈസ് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുന്നതോറും സൈസ് കുറഞ്ഞാണ് വരുന്നത്. ആവർത്തന പട്ടികയിലെ ഒരു കുടുംബത്തിൽ അഥവാ ലംബ നിരയിൽ അറ്റോമിക ആരം അറ്റോമിക സംഖ്യ കൂടുന്നതനുസരിച്ച് ക്രമമായി കൂടി വരുന്നു. അപ്പൊ അറ്റോമിക സംഖ്യ കൂടുന്നതനുസരിച്ച് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അറ്റോമിക ആരം എന്താണ് കൂടിയാണ് വരുന്നത്. എവിടെ? നമ്മുടെ വെർട്ടിക്കൽ കോളംസ്. ഓക്കെ, വെർട്ടിക്കൽ കോളംസ് എന്നും ഗ്രൂപ്പുകളിൽ. അപ്പൊ ഗ്രൂപ്പുകളിൽ എന്താണ് അറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. ഒരു പീരീഡിലാണെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നു. അതെന്താന്ന് നോക്കാം. പട്ടിക 3.4 ബിയിൽ ശ്രദ്ധിക്കുക. അതായത് ഇതാണ് ബി എന്ന് പറയുന്നതിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അത് ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ എന്താണ് അറ്റോമിക് ആരം എന്താണ് കൂടിയാണ് വരുന്നത് അല്ലെ. അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് കൂടിയാണ് വരുന്നത്. അതുപോലെ ഗ്രൂപ്പ് 17 നോക്കുവാണെങ്കിൽ എന്താണ് അവിടെയും അറ്റോമിക് റേഡിയസ് എന്താണ് കൂടിയാണ് വരുന്നത്. അപ്പൊ അതെന്താണ്
മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു കൂടി വരുന്നു. ക്ഷാരമൂലകങ്ങൾക്കും ഹാലജനുകൾക്കും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇവിടെയാണ് വായിക്കുന്നത് വരുന്തോറും പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യ കൂടുന്നു അല്ലെ. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയ n എന്ത് ചെയ്യുന്നുണ്ട് കൂടിയാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ ലിഥിയം സോഡിയം പൊട്ടാസ്യം എടുത്താൽ നമുക്കറിയാം ലിഥിയം എന്ന് പറയുമ്പോൾ 2s1 ആണ് ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള കോൺഫിഗറേഷൻ. സോഡിയം എന്ന് പറയുമ്പോൾ എന്താണ് 3s1 പൊട്ടാസ്യം 4s1 ആണ്, റുബീഡിയം 5s1 ആണ്. അപ്പൊ എന്താണ് ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട് കൂടി വരുന്നു. സോ എന്നിന്റെ വാല്യൂ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പൊ ഇലക്ട്രോണുകൾ കൊണ്ട് നിറഞ്ഞ ഉള്ളിലുള്ള ഊർജ്ജ നിലകൾ ബാഹ്യ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന്റെ ആകർഷണത്തിൽ നിന്ന് തടയുന്ന ഒരു മറ പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തൽഫലമായി അറ്റോമിക ആരത്തിന്റെ വിലകൾ സൂചിപ്പിക്കുന്നത് പോലെ അറ്റോമിക വലുപ്പം എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നു. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം. താഴോട്ട് വരുന്തോറും അറ്റോമിക് റേഡിയസ് അല്ല അറ്റോമിക് സൈസ് ഒരു ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. സോ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നു. താഴോട്ട് വരുന്തോറും എന്നിന്റെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്. സോ ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് കൂടുതൽ അകലെ പോകുന്നു അല്ലെ. അപ്പോൾ ഒരു എന്താണ് ന്യൂക്ലിയസിൽ നിന്ന് എന്താണ് കുറച്ച് അകലെയാണ് പോകുന്നത് അല്ലെ, എവയാണ് പോകുന്നത്. എന്നിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് അവർ എവയാണ് ന്യൂക്ലിയസിന്റെ പുറത്തോട്ടാണ് ഇലക്ട്രോൺസ് നീങ്ങുന്നത്. അപ്പൊ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്. സോ ഇലക്ട്രോണുകൾ കൊണ്ട് നിറഞ്ഞ ഉള്ളിലുള്ള ഊർജ്ജ നിലകൾ ബാഹ്യ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന്റെ ആകർഷണത്തിൽ നിന്ന് തടയുന്നു. അപ്പൊ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളെങ്കിൽ കൂടി അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളെങ്കിൽ കൂടി ഇത് ഇടയ്ക്കത്തെ ഷെല്ല് മൊത്തം കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും അല്ലെ. ഇടയ്ക്കത്തെ ഷെല്ലിലെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ അവരെന്താണ് ഒരു സ്ക്രീൻ പോലെ പ്രവർത്തിക്കും, ഒരു മറ പോലെ പ്രവർത്തിക്കും. എന്നിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു അവർ കുറയ്ക്കുന്നു. കാരണം ഇവരൊരു മറ പോലെ പ്രവർത്തിച്ചിട്ട് അട്രാക്ഷനെ കുറയ്ക്കുന്നു. ആ അട്രാക്ഷൻ കുറയുമ്പോൾ എന്താണ് സൈസ് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് സൈസ് കുറയുന്നു. പക്ഷേ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഗ്രൂപ്പിൽ വരുന്തോറും എന്താണ് ഈ ഇലക്ട്രോണിലുള്ള അട്രാക്ഷൻ കുറയുകയാണ്. കാരണം എന്താണ് ഈ ഇടയ്ക്കുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് എന്താണ് അവിടെ ഒരു മറ പോലെ ഒരു സ്ക്രീൻ പോലെ ഒരു ഷീൽഡ് പോലെ അവർ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ എന്താണ് സൈസ് കൂടി വരുന്നു താഴോട്ട് പോകുന്തോറും. ഓക്കെ, സോ ഉത്കൃഷ്ടവാതകങ്ങളുടെ അറ്റോമിക ആരം ഇവിടെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഏക അറ്റോമിക ആയങ്ങളായതിനാൽ അവയുടെ ബന്ധനരഹിത ആരങ്ങളുടെ മൂല്യങ്ങൾ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഉത്കൃഷ്ടവാതകങ്ങളുടെ ആരങ്ങൾ മറ്റു മൂലകങ്ങളുടെ സഹസംയോജക ആരങ്ങളുമായല്ല, മറിച്ച് അവയുടെ വാൻഡർവാൾഡ് ആരവുമായി വേണം താരതമ്യപ്പെടുത്തേണ്ടത്. ഉത്കൃഷ്ടവാതകങ്ങളുടെ റേഡിയസിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അവർ മോണോ ആറ്റമിക് ആണെങ്കിൽ കൂടി അവരുടെ എന്താണ് റേഡിയസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള വെരി ലാർജ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ നോബൽ ഗ്യാസസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് കോവാലൻ റേഡിയസ് മറ്റുള്ള എലമെന്റ്സിന്റെ കോവാലൻ റേഡിയസും ആയിട്ടില്ല, പക്ഷെ അവരുടെ വാൻഡർവാൾ റേഡിയസും ആയിട്ട് വേണം കമ്പയർ ചെയ്യാനാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് വേറൊരു കേസാണ്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പം നമ്മളിപ്പം അറ്റോമിക് റേഡിയസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു കുറയുന്നു. ടോപ്പ് ടു ബോട്ടം ഒരു ഗ്രൂപ്പിലാണെങ്കിൽ എന്താണ് അറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 3.4a എന്ന് പറയുന്ന ചിത്രം നോക്കൂ. രണ്ടാം പീരീഡിലെ അറ്റോമിക സംഖ്യയ്ക്ക് അനുസരിച്ച് അറ്റോമിക ആരത്തിലുള്ള വ്യത്യാസം അല്ലെ. ലിഥിയം തൊട്ട് ഫ്ലൂറിൻ വരെ വരുമ്പോഴത്തേക്കും എന്താണ് അറ്റോമിക് റേഡിയസ് കുറഞ്ഞാണ് വരുന്നത്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു കുറഞ്ഞു. ഓക്കെ, ദെൻ 3.4b നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഇതെന്താണ് നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. ഇതെന്താണ് നമ്മുടെ ഇതും ഫസ്റ്റ് ഗ്രൂപ്പും ഇത് എന്താണ് നമ്മുടെ 17th ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ അറ്റോമിക് റേഡിയസ് കൂടുന്നതനുസരിച്ച് അവരുടെ എന്താണ് അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അവരുടെ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ആ റിസൾട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത എന്താണ് അയണിക് റേഡിയസിൽ എന്താണ് മാറ്റം വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അയോണിക ആരം അല്ലെങ്കിൽ അയണിക് റേഡിയസ്.
ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ കാറ്റയോണും ആറ്റം ഒരു ഇലക്ട്രോൺ നേടിയാൽ ആനയോണും ഉണ്ടാകും. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് കാറ്റയോൺ ആകും, ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചാൽ അത് ആനയോണും ആകുന്നു. സോ ഒരു അയോണിക പരലിലെ കാറ്റയോണും ആനയോണും തമ്മിലുള്ള അകലത്തിൽ നിന്ന് അയോണിക ആരം കണക്കാക്കാം അല്ലെ. അപ്പൊ എന്താണ്, ഒരു കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു അയണിക് ക്രിസ്റ്റലിനകത്തെ കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് അയണിക ആരം അല്ലെങ്കിൽ അയണിക് റേഡിയസ് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ. സോ മൂലകങ്ങളുടെ അയോണിക ആരങ്ങളിലുള്ള ക്രമാവർത്തനങ്ങൾ അറ്റോമിക ആരത്തിൻ്റെതിന് സമാനമാണ്. സോ അയണിക ആരവും അറ്റോമിക ആരവും എന്താണ്, സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ഒരു കാറ്റയോണിന്റെ വലിപ്പം അതിന്റെ മാതൃക ആറ്റത്തേക്കാൾ ചെറുതായിരിക്കും. ന്യൂക്ലിയർ ചാർജ് സ്ഥിരമായിരിക്കെ തന്നെ അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയുന്നതാണ് ഇതിന് കാരണം. സോ ഒരു ആനയോണിന്റെ വലിപ്പം അതിന്റെ മാതൃ ആറ്റത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, ആനയോണിന്റെ വലിപ്പം എന്താണ്, അതിന്റെ പേരന്റ് ആറ്റത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. കാറ്റയോൺ ആണെങ്കിൽ എന്താണ്, പേരന്റ് ആറ്റത്തിനെക്കാട്ടിലും എന്താണ്, ചെറുതായിരിക്കും. ഓക്കെ. ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ ചേരുമ്പോൾ ഇലക്ട്രോണുകൾ തമ്മിലുള്ള വികർഷണം വർദ്ധിക്കുകയും സഫല ന്യൂക്ലിയർ ചാർജ് കുറയുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഉദാഹരണത്തിന് ഫ്ലൂറൈഡ് ആനയോണിന്റെ ആരം 136 പൈക്കോമീറ്റർ ആണ്. എന്നാൽ ഫ്ലൂറിൻ ആരത്തിന് ആരം 64 പൈക്കോമീറ്റർ മാത്രമേ ഉള്ളൂ. സോഡിയത്തിന്റെ അയോണിക ആരമായ 95 പൈക്കോമീറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക ആരം 186 പൈക്കോമീറ്റർ ആണ്. അടുത്ത നോക്കാം. തുല്യ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ നാം കാണാറുണ്ട്. അവ സമ ഇലക്ട്രോണിക സ്പീഷീസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഒരേ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. അതിനറിയപ്പെടുന്ന നോക്കിക്കേ, O2 മൈനസ്, F മൈനസ്, Na, Mg2+, അല്ലെ. ഇവരൊക്കെ എന്താണ്, Na+ ആണ്ടെ. ഇവരൊക്കെ എന്താണ്, ഒരേ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ്. 10 ഇലക്ട്രോൺസ് ആണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അവയുടെ ന്യൂക്ലിയർ ചാർജ് വ്യത്യസ്തമായതിനാൽ ആരവും വ്യത്യസ്തമായിരിക്കും. ഉയർന്ന പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിന്റെ ആരം ഏറ്റവും കുറവായിരിക്കും. ഇതിന് കാരണം ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിലേക്കുള്ള ഉയർന്ന ആകർഷണ ബലമാണ്. കൂടിയ നെഗറ്റീവ് ചാർജുള്ള ആനയോണിന്റെ ആരം ഏറ്റവും കൂടുതൽ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ആകെ വികർഷണം ന്യൂക്ലിയസിന്റെ ആകർഷണത്തേക്കാൾ മുൻതൂക്കം കൈവരിക്കുന്നതിന്റെ ഫലമായി അയോണിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. സോ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ന്യൂക്ലിയർ ചാർജ് വ്യത്യസ്തമായ ആരവും എന്താണ്, വ്യത്യസ്തമായിരിക്കും. ഉയർന്ന പോസിറ്റീവ് ചാർജുള്ള, അപ്പൊ കാറ്റയോൺസിൽ തന്നെ ഉയർന്ന പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ്, അവരുടെ ആരം എന്താണ്, ഏറ്റവും കുറവായിരിക്കും. അപ്പം ചാർജ് കൂടുന്നതനുസരിച്ച് അവരുടെ അയണിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം എന്താണ്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലോട്ടുള്ള നല്ല രീതിയിൽ അട്രാക്റ്റഡ് ആകുന്നു. അതുകൊണ്ടാണ് അവരുടെ റേഡിയസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ കൂടിയ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സൈസ് എന്താണ്, കൂടുതലായിരിക്കും. അല്ല, അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം ഇലക്ട്രോണുകൾ തമ്മിലുള്ള വികർഷണം ന്യൂക്ലിയസിന്റെ ആകർഷണത്തെക്കാളും മുൻതൂക്കം കൈവരിക്കുന്നത് കൊണ്ടാണ്. അപ്പം അടുത്ത താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ വലിപ്പമുള്ളവയും ഏറ്റവും കുറഞ്ഞ വലിപ്പമുള്ളവയും ഏത്? Mg2+ ആണ്. AL, AL3+. അപ്പോൾ ഇതിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഏറ്റവും കുറഞ്ഞതും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം Mg2+ഉം AL3+ഉം എന്താണ്, ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വലിപ്പം ഉള്ളതെന്ന് പറയുന്നത് Mg ആണ് അല്ലേ. നമ്മളൊരു പീരീഡ് എടുത്താൽ ആ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറവാണെന്നാണ് പറയുന്നത് അല്ലേ. Mg എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 12 ആണ്. അലൂമിനിയം അറ്റോമിക് നമ്പർ 13 ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ Mg എന്ന് പറയുന്നതിന്റെ എന്താണ്, സൈസ് കൂടുതലാണ് നമ്മുടെ അലൂമിനിയത്തെക്കാട്ടിലും. ഓക്കെ. അതിലിപ്പോൾ അലൂമിനിയത്തെക്കാട്ടിലും സൈസ് കൂടുതലാണ് Mgക്ക്. അതുപോലെ തന്നെ നമ്മൾ കാറ്റയോണും ആനയോണും പഠിച്ചതിൽ ആനയോണിനാണ് എന്ത്, സൈസ് കൂടുതലുള്ളത്, കാറ്റയോണിന് സൈസ് കുറവാണ്. അപ്പൊ Mgയുടെ കാറ്റയോൺ ഉള്ളത്. അപ്പോൾ Mg2+ Mgയെക്കാട്ടിലും സൈസ് കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള ആൾ Mg, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് ഉള്ള ആൾ Mg എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് അലൂമിനിയം ആയി. ഇനി ഏറ്റവും സൈസ് കുറവുള്ള ആളെ നോക്കണം. അപ്പോൾ Mg അലൂമിനിയം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സൈസ് കുറവുള്ളത് അലൂമിനിയത്തിനാണ്. അപ്പോൾ ഒരു ആറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ്, ഏറ്റവും അതിൻ്റെ കാറ്റയോണിനായിരിക്കും സൈസ് കുറവെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആനയോൺ ഇപ്പോൾ AL- ആയിരുന്നെങ്കിൽ എന്താണ്, അതിൻ്റെ സൈസ് കൂടിയേനെ.
ഇപ്പോൾ ഇവിടെ എന്താണ് Al3+ ആണ്. അപ്പോൾ ഇതൊരു കാറ്റയോൺ ആണ്. അപ്പോൾ അതിൻ്റെ സൈസ് കുറവാണ്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് അലൂമിനിയം, അതിനേക്കാട്ടിലും സൈസ് ഉള്ളത് അലൂമിനിയം 3+. അപ്പോൾ എന്താണ് അലൂമിനിയം 3+നാണ് ഏറ്റവും സൈസ് ചെറുത് ഉള്ളതെന്ന് പറയാം. അപ്പോൾ Mgക്ക് ഏറ്റവും സൈസ് കൂടുതലും Al3+ന് ഏറ്റവും സൈസ് കുറവുമാണ്. ഓക്കെ. ദെൻ അയോണീകരണ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി എങ്ങനെയാണ് പിരീഡിലും ഗ്രൂപ്പിലും അയണൈസേഷൻ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു മൂലകത്തിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവ് അളക്കാനുള്ള ഏകകം ആണ് അയണീകരണ എൻതാൽപ്പി അല്ലെ. എന്താണ്? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ദ ടെൻഡൻസി ഓഫ് ആൻ എലമെന്റ് ടു ലൂസ് ഇലക്ട്രോൺ അല്ലെ. ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ടെൻഡൻസിയുടെ മെഷർമെന്റിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്. വാതകാവസ്ഥയിൽ നിമ്ന ഊർജ്ജ നിലയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് അയനീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള, അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം, അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എനർജിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയനീകരണ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ സമവാക്യം 3.1 എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കാം. സൂചിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി വ്യത്യാസമായാണ് അയനീകരണ എൻതാൽപ്പി. എക്സ് ഓഫ് ജി അല്ലെ. ജി എന്ന് കാണിച്ചത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞ ഏതോ ഒരു എലമെന്റ് അതെന്താണ് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് അല്ലെ, എന്തെങ്കിലും എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയനീകരണ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അയനീകരണ എൻതാൽപ്പിയുടെ ഏകകം കിലോ ജൂൾസ് പെർ മോൾ ആണ്. ഓക്കെ. അപ്പൊ കിലോ ജൂൾ പെർ മോൾ എന്നാണ് നമ്മൾ ഈ അയനൈസേഷൻ എൻതാൽപ്പിയെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ധനചാർജുള്ള അയോണിൽ നിന്നും ഏറ്റവും കൂടുതൽ അസ്ഥിരതയുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് രണ്ടാം അയനീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഒരു സെക്കൻഡ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഇസ് റിക്വയർഡ് ടു റിമൂവ് ദ സെക്കൻഡ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ. അപ്പൊ ഏറ്റവും ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി അയനൈസേഷൻ എൻതാൽപ്പി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ട് അടുത്ത ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ രണ്ടാം അയനീകരണ എൻതാൽപ്പി. അപ്പൊ ഓൾറെഡി നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു ആറ്റം എന്താണ് X+ ആയി, കാരണം ഒരു ഇലക്ട്രോൺ ലൂസ് ആയത് കാരണം. എന്നിട്ട് ഈ X+ നിന്നും ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എനർജിയാണ് രണ്ടാം അയനീകരണ എൻതാൽപ്പി. അപ്പോൾ എന്താണ്? X+ X2+ ആയിട്ട് മാറി. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം. സോ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നീക്കം ചെയ്യാൻ ഊർജ്ജം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയനീകരണ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ധനചാർജുള്ള അയോണിൽ നിന്നും ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നതിന് നിർവീര്യമായ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസമായതിനാൽ രണ്ടാം അയനീകരണ എൻതാൽപ്പി ഒന്നാം അയനീകരണ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. അപ്പം ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പിയെക്കാട്ടിലും കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അയോണിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ന്യൂട്രൽ ആറ്റം എന്താണ്? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ടാം അയനീകരണ എൻതാൽപ്പി കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ മൂന്നാം അയനീകരണ എൻതാൽപ്പി രണ്ടാം അയനീകരണ എൻതാൽപ്പിയേക്കാൾ ഉയർന്നതായിരിക്കും. പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ലെങ്കിൽ അയനീകരണ എൻതാൽപ്പി എന്ന പദത്തെ ഒന്നാം അയനീകരണ എൻതാൽപ്പിയായി കണക്കാക്കുന്നു. അപ്പൊ നമ്മൾ വെറുതെ അയനീകരണ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒന്നാം അയനീകരണ എൻതാൽപ്പി തന്നെ ആയിരിക്കും. ഓക്കെ, സോ അറ്റോമിക നമ്പർ 60 വരെയുള്ള മൂലകങ്ങളുടെ ഒന്നാം അയനീകരണ എൻതാൽപ്പി ചിത്രം 3.5 കാണിച്ചിരിക്കുന്നു. രൂപരേഖയുടെ ക്രമാവർത്തനം തികച്ചും ശ്രദ്ധേയമാണ്. പൂർത്തിയായ ഇലക്ട്രോൺ ഷെല്ലുകളും വളരെ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസവുമുള്ള ഉത്കൃഷ്ട വാതകങ്ങൾക്കാണ് പരമാവധി മൂല്യങ്ങൾ കാണാൻ കഴിയുക. അതുപോലെ ഏറ്റവും കുറവ് ആൽക്കലി ലോഹങ്ങൾക്കുമാണ്. അവയുടെ കുറഞ്ഞ അയനീകരണ എൻതാൽപ്പി അവയുടെ ഉയർന്ന ക്രിയാശീലതയുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഇതുകൂടാതെ അയനീകരണ എൻതാൽപ്പിയിൽ രണ്ട് പ്രവണതകൾ കാണാവുന്നതാണ്. ഒരു പിരീഡിൽ ഇടതു നിന്ന് വലത്തേക്ക് പോകുന്തോറും ഒന്നാം അയനീകരണ എൻതാൽപ്പി കൂടുകയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും കുറയുകയും ചെയ്യുന്നു. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എന്താണ്? അയനീകരണ എൻതാൽപ്പി എന്താണ്? കൂടുന്നു. അതുപോലെ ഗ്രൂപ്പിൽ നിന്ന് മുകളിലോട്ട് താഴോട്ട് പോകുന്തോറും അയനൈസേഷൻ എൻതാൽപ്പി എന്താണ്? കുറയുകയും ചെയ്യുന്നു. അപ്പൊ താഴോട്ട് പോകുന്തോറും സൈസ് കൂടുന്നു, ബട്ട് അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും സൈസ് കുറയുന്നു, പക്ഷെ എന്താണ്? അയനൈസേഷൻ എൻതാൽപ്പി എന്താണ്? കൂടുന്നു. ഓക്കെ,
ഇനി ആവർത്തന പട്ടികയിലെ രണ്ടാം പീരീഡിലെയും ഒന്നാം ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ ഈ പ്രവണതകൾ യഥാക്രമം ചിത്രം 3.6 3.6 ബിയിലും കാണിച്ചിരിക്കുന്നു. ഓക്കെ, 3.6 എയിലും 3.6 ബിയിലും എന്താണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് പീരീഡിൻ്റെയും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും എന്താണ് ഒന്നാം അയനീകരണ എൻതാൽപ്പിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ ഇവിടെ പറയുന്നത്? അയനീകരണ ഊർജ്ജവും അറ്റോമിക ആരവും പരസ്പരം ബന്ധമുള്ള ഗുണങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രവണത മനസ്സിലാക്കുന്നതിന് രണ്ട് ഘടകങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? ന്യൂക്ലിയസിലേക്കുള്ള ഇലക്ട്രോണുകളുടെ ആകർഷണം, ഇലക്ട്രോണുകൾ തമ്മിലുള്ള വികർഷണം. Okay, so the attraction of electrons towards the nucleus and the repulsion between the electrons. ഈ രണ്ട് കാര്യങ്ങളും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്. അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഈച്ച് അതർ. ഇതിന്റെ രണ്ടിന്റെയും ബേസിസിലാണ് നമ്മൾ ഇനി അടുത്ത് എങ്ങനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ഒരു ആറ്റത്തിലെ ബാഹ്യതമ ഇലക്ട്രോണിന് അനുഭവപ്പെടുന്ന സഫല ന്യൂക്ലിയർ ചാർജ്, അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് യഥാർത്ഥ ന്യൂക്ലിയർ ചാർജിനേക്കാൾ എന്താണ് കുറവാണ് അല്ലെ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ് ശരിക്കുമുള്ള ന്യൂക്ലിയർ ചാർജിനേക്കാൾ കുറവായിരിക്കും. അതെന്താന്ന് നമുക്ക് നോക്കാം. ബാഹ്യതമ ഷെല്ലിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള ഇലക്ട്രോണുകൾ, ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിനും ന്യൂക്ലിയസിനും ഇടയിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അവർ വിളിക്കുന്ന പേരാണ് കോർ ഇലക്ട്രോണുകൾ. ഓക്കെ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിൽ നിന്ന് ഒരു കവചം പോലെ മറയ്ക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു സ്ക്രീനിങ് എഫക്റ്റ് എന്ന്. അപ്പൊ എന്താണ് നമ്മുടെ നടുക്കുള്ള ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസിനും അതുപോലെ നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനും ഇടയിൽ എന്താണ് കുറെ ഫിൽഡ് ആയിട്ടുള്ള ഷെൽസ് ഉണ്ട്. ആ ഫിൽഡ് ആയിട്ടുള്ള ഷെൽസിലൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി ഇലക്ട്രോൺസ് ഫിൽഡ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്താണ് ഒരു കവചം പോലെ എന്താണ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. അപ്പൊ ഇതിനെ എന്താണ് പരിരക്ഷണ പ്രഭാവം അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ കവച പ്രഭാവം, സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നു. സോ ഇതിന്റെ കാരണങ്ങളുടെ കൊണ്ടാണ് എന്താ നമ്മൾ പറയുന്നത് ഈ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് അല്ലെങ്കിൽ ഈ അയണൈസേഷൻ എൻതാൽപ്പിയൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ലിഥിയത്തിലെ 2s ഇലക്ട്രോണുകളെ ഉള്ളിലുള്ള 1s ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് മറയ്ക്കുന്നു. അപ്പൊ എന്താണ് ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താണ് 1s2 2s1 ആണ് ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ എന്താണ് ഉള്ളിലുള്ള ഇലക്ട്രോണുകളുണ്ട് 1s2 കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ലാസ്റ്റ് 2sലുള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു ഷീൽഡ് ചെയ്ത് നിർത്തിയേക്കാണ് ന്യൂക്ലിയർ ചാർജിൽ നിന്ന്. അതുകൊണ്ട് ബാഹ്യതമ ഇലക്ട്രോണുകൾ അനുഭവിക്കുന്ന സഫല പോസിറ്റീവ് ചാർജ് യഥാർത്ഥത്തിലുള്ള +3 ചാർജിനേക്കാൾ കുറവായിരിക്കും. സോ പൊതുവെ ഉള്ളിലുള്ള ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറഞ്ഞതാണെങ്കിൽ മറയ്ക്കാൽ കൂടുതൽ ശക്തിയുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള ഓർബിറ്റലുകൾ എന്താണ് ഫിൽഡ് ആണെങ്കിൽ എന്താണ് ഈ ഒരു സ്ക്രീനിങ് എഫക്റ്റ് എന്താണ് വളരെ കൂടുതലായിരിക്കും. സോ ഉത്കൃഷ്ടവാതക വിന്യാസത്തിന് ശേഷം ഒരു ബാഹ്യ NS ഇലക്ട്രോൺ മാത്രമുള്ള ആൽക്കലി ലോഹങ്ങളുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നു. ഓക്കെ, സോ രണ്ടാം പീരീഡിൽ ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്ക് പോകുന്തോറും തുടർച്ചയായ ഇലക്ട്രോണുകൾ ഒരേ മുഖ്യ ക്വാണ്ടം സംഖ്യയുള്ള ഓർബിറ്റലിലേക്കാണ് ചേർക്കപ്പെടുന്നത്. സോ ബാഹ്യതമ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള കൂടിയ ആകർഷണ ബലത്തെ പരിഹരിക്കത്തക്ക വിധം ഉള്ളിലെ ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിന്റെ ചാർജിൽ നിന്ന് ബാഹ്യതമ ഇലക്ട്രോണുകളെ മറയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്രകാരം ഒരു പീരീഡിലുടനീളം ന്യൂക്ലിയർ പരിരക്ഷണ ചാർജിന്റെ വർധനവ് ഷീൽഡിംഗ് പ്രഭാവത്തേക്കാൾ മുൻതൂക്കം കൈവരിക്കുന്നു. തൽഫലമായി ബാഹ്യതമ ഇലക്ട്രോണുകൾ കൂടുതൽ ശക്തിയോടെ ആകർഷിക്കപ്പെടുകയും അയനീകരണ എൻതാൽപ്പി പീരീഡിൽ കൂടുകയും ചെയ്യുന്നു. സോ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലത്തിലാകുന്നു. അതിനാൽ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയർ ചാർജിനെ കൂടുതലായി മറയ്ക്കുന്നു. ഇവിടെ കൂടുന്ന ന്യൂക്ലിയർ ചാർജിനെ ഇലക്ട്രോണുകളുടെ വർദ്ധിതമായ പരിരക്ഷണ പ്രഭാവം മുൻതൂക്കം കൈവരിക്കുന്നതിനാൽ ബാഹ്യതമ ഇലക്ട്രോണിനെ പുറത്താക്കുന്നതിന് കുറഞ്ഞ ഊർജം മതിയാവും.
ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അയനൈസേഷൻ എന്താൽപ്പി എന്താണ് കൂടിയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഷീൽഡിംഗ് എഫക്റ്റിനെ ഔട്ട്വേ ചെയ്യും ന്യൂക്ലിയർ ചാർജ് അല്ലേ. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റിനെക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെക്കുന്നു അലോങ് എ പീരീഡ്. ആസ് എ റിസൾട്ട് ആ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് എനർജി ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് എന്താണ്, എലോങ് എ പീരീഡ് വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ന്യൂക്ലിയസിനെക്കാട്ടിലും ദൂരെയാണ് അല്ലെ. അടുത്ത ഓർബിറ്റലിൽ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്താണ് വരുന്നത് ഒരു ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ അല്ലെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ന്യൂക്ലിയസും നമ്മുടെ ഇലക്ട്രോണും തമ്മിലുള്ള ദൂരം കൂടിയാണ് വരുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഈ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താലും ഷീൽഡിംഗ് പറയുന്ന കാര്യം എന്താണ്, എഫക്റ്റീവ് ആയിട്ട് വരുന്നു അല്ലെ. ഇന്നർമോസ്റ്റുള്ള ആ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ എന്താണ്, ഷീൽഡ് ചെയ്ത് നിർത്തുന്നു അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് എന്താണ്, ആ ഒരു ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത് പീരീഡ്സിനെക്കാട്ടിലും കുറവാണ്. സോ അയനൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സോ അയനൈസേഷൻ എന്താൽപ്പി അല്ലെങ്കിൽ വെരി ലെസ് എനർജി ഈസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഓക്കെ, അതാണ് താഴോട്ട് വരുന്നതോറും അറ്റോമിക് അയനൈസേഷൻ എന്താൽപ്പി കുറഞ്ഞു വരുന്നതും പീരീഡിൽ അയനൈസേഷൻ എന്താൽപ്പി കൂടുതലായിട്ട് വരുന്നതും. ഇത്ര ഓർത്താൽ മതി. പീരീഡിലാണെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റിനെ ഔട്ട്വേ ചെയ്തിട്ടാണ് ന്യൂക്ലിയർ എഫക്റ്റ് ഇരിക്കുന്നത്. സോ ഇലക്ട്രോൺസ് ടൈറ്റ്ലി പാക്ഡ് ആണ് അല്ലെങ്കിൽ ടൈറ്റ്ലി അട്രാക്റ്റഡ് ആണ്. സോ ഹൈ എമൗണ്ട് ഓഫ് എനർജീസ് റിക്വയർഡ് ഫോർ ദെയർ എന്താണ് അവരെ റിമൂവ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഗോയിങ് ഡൗൺ എ ഗ്രൂപ്പ് we require less energy because the attraction between the nucleus and the electrons എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, because electrons are far away from the nucleus. ഓക്കെ, ഇനി അതിവിടെ പറയുന്നുണ്ട് ബോറോണിന്റെ Z is equal to 5 ന്യൂക്ലിയസിന്റെ ചാർജ് ബെറിലിയത്തിന്റെ Z is equal to 4-നേക്കാൾ കൂടുതലായി ആണെങ്കിലും അതിന്റെ അയനീകരണ എന്താൽപ്പി ബെറിലിയത്തിൻ്റെതിനാൽ കുറവാണെന്ന് ചിത്രം 3.6a നിന്ന് വ്യക്തമാണ്. അപ്പം 3.6a നോക്കിയാൽ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ അങ്ങനെ പോകുന്നു അല്ലേ. അപ്പം നോക്കിയാൽ ബെറിലിയത്തിനെക്കാട്ടിലും കുറവാണ് ബോറോണിന്റെ അയനൈസേഷൻ എന്താൽപ്പി എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ ബോറോണിന്റെ അറ്റോമിക് നമ്പറാണ് കൂടുതൽ. ബോറോൺ 5ഉം ബെറിലിയം 4ഉമാണ്. പക്ഷെ എന്താണ് അയനൈസേഷൻ എന്താൽപ്പി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്, ബെറിലിയത്തിനാണ്. ഓക്കെ, ഒരേ മുഖ്യം ക്വാണ്ടം നിലയിൽ S ഇലക്ട്രോണുകൾ P ഇലക്ട്രോണുകളേക്കാൾ കൂടുതലായി ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സോ ബെറിലിയത്തിന്റെ അയോണീകരണം നടക്കുമ്പോൾ നീക്കം ചെയ്യപ്പെടുന്നത് S ഇലക്ട്രോൺ ആണെങ്കിൽ ബോറോണിൽ അത് P ഇലക്ട്രോൺ ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു S ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിലേക്കുള്ള അന്തർഗമന ശക്തി അതായത് പെനിട്രേറ്റിംഗ് പവർ 2p ഇലക്ട്രോണിനേക്കാൾ കൂടുതലായതിനാൽ നമ്മൾ പറഞ്ഞു S ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസിലേക്ക് P ഇലക്ട്രോൺസിനെക്കാട്ടിലും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ബെറിലിയവും ബോറോണും കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ബെറിലിയത്തിൽ അയനൈസേഷൻ നടക്കുമ്പോൾ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, S ഇലക്ട്രോൺ ആണ് ബെറിലിയത്തിൽ റിമൂവ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ബോറോണിലാന്ന് പറയുമ്പോൾ എന്താണ്, അത് P ഇലക്ട്രോൺ ആണ് ബോറോണിൽ റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ S ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിലേക്ക് എന്താണ് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്, P ഇലക്ട്രോണിനെക്കാട്ടിലും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുകയാണ്. സോ ബോറോണിലെ 2p ഇലക്ട്രോണുകൾ ബെറിലിയത്തിലെ 2s ഇലക്ട്രോണുകളേക്കാൾ ഉള്ളിലേക്ക് ഇലക്ട്രോണുകൾ കൊണ്ട് കൂടുതലായി ന്യൂക്ലിയസിൽ നിന്ന് തടയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബോറോണിലെ 2p ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ബെറിലിയത്തിലെ 2s ഇലക്ട്രോണുകളേക്കാൾ എളുപ്പമാണ്. സോ അങ്ങനെ ബോറോണിന്റെ ഒന്നാം അയനീകരണ എന്താൽപ്പി ബെറിലിയത്തേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് ഓർത്തു വെച്ചോണം. അയനൈസേഷൻ എന്താൽപ്പി ബോറോൺ എന്താണ്, ബെറിലിയത്തേക്കാൾ കുറവാണ്. ഈവൻ ദോ അവരുടെ അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ബോറോണിന്റെ അറ്റോമിക് നമ്പറാണ് ബെറിലിയത്തെക്കാട്ടിലും കൂടുതൽ എന്നായിരുന്നാലും അവരുടെ അയനൈസേഷൻ എന്താൽപ്പി എന്താണ്, കുറവാണ്. സോ ഓക്സിജന്റെ ഒന്നാം അയനീകരണ എന്താൽപ്പി, അപ്പോൾ അത് ബെറിലിയം ബോറോൺ നമ്മൾ പറഞ്ഞു. അടുത്ത പറയുന്നത് ഓക്സിജന്റെ ഒന്നാം അയനീകരണ എന്താൽപ്പി നൈട്രജനേക്കാൾ കുറഞ്ഞിരിക്കുന്നത് മറ്റൊരു അസ്വാഭാവികതയാണ്. ബെറിലിയം ബോറോൺ ഓർത്തുക, അതുപോലെ തന്നെ ഓക്സിജനും നൈട്രജനും. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഉണ്ടാകാനുള്ള കാരണം നൈട്രജൻ ആറ്റത്തിൽ 3 2p ഇലക്ട്രോണുകൾ വ്യത്യസ്ത അറ്റോമിക ഓർബിറ്റലുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ഓക്സിജനിൽ ആറ്റത്തിലെ
4 2p ഇലക്ട്രോണുകൾ ഉള്ളിൽ 2 എണ്ണം ഒരേ 2p ഓർബിറ്റലിൽ സ്ഥിതി ചെയ്തേ മതിയാകൂ. ഇത് വർദ്ധിച്ച ഇലക്ട്രോൺ വികർഷണത്തിന് കാരണമാവുന്നു. സോ ഇലക്ട്രോൺ റിപ്പൽഷൻ ആണ് എന്താണ് ഇവിടുത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നൈട്രജൻ എന്താണ് കൂടുതൽ അയനൈസേഷൻ എൻതാൽപ്പി കമ്പയർ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ. ഓക്കെ, സോ തൽഫലമായി ഓക്സിജന്റെ ആറ്റത്തിൽ നിന്ന് 4ാമത്തെ 2p ഇലക്ട്രോണിനെ പുറത്താക്കുന്നതിന് നൈട്രജനിലെ 3ാമത്തെ 2p ഇലക്ട്രോണിൽ ഒന്നിനെ പുറത്താക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. സോ അതുകൊണ്ട് ഓക്സിജന് അയനൈസേഷൻ എൻതാൽപ്പി എന്താണ് കുറഞ്ഞിരിക്കും ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺ റിപ്പൽഷൻ. ഓക്കെ, സോ അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.